ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ റിലേഷൻഷിപ്പിലായിട്ടുള്ള ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കാൻ പോകുന്നത്. റിലേഷൻഷിപ്പിൽ എനിക്ക് തോന്നുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓഫ് കോഴ്സ് നിങ്ങൾ ലവേഴ്സ് ആണ്. ലവേഴ്സ് എന്നുള്ളൊരു ഇതിലാണ് നിങ്ങളുടെ വന്നിട്ടുള്ളത്. ഡെസ്റ്റിനിയിലുള്ള പേഴ്സൺ തന്നെയാണ്. കാരണം നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് കൂടിച്ചേരണമെന്ന് യൂണിവേഴ്സ് തീരുമാനിച്ച് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, നമ്മളുടെ ഒരു ആത്മാവ് നമ്മളുടെ ഈ ഒരു ഭൂമിയിലേക്ക് ജനിച്ച് വീഴുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ സോൾ ഡിവൈന് മുമ്പിൽ ഒരു കോൺട്രാക്ട് ചെയ്തിട്ടുണ്ടാവും. ആ കോൺട്രാക്ട് പ്രകാരമായിട്ട് നമ്മളുടെ ലൈഫ് മുന്നോട്ട് പോകുക. കാരണം ഈ ഒരു കോൺട്രാക്റ്റിൽ ഇന്ന പേഴ്സണുമായിട്ട് ഞങ്ങൾ ജീവിച്ച് തീർത്തോളാം, അല്ലെങ്കിൽ ഈ ഒരു കോൺട്രാക്റ്റിൽ ഇത്ര ചിലവർക്ക് ദിവസങ്ങൾ മാത്രമായിട്ട് നീണ്ടു നിൽക്കുന്ന റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരു യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒരു കോൺട്രാക്ട് ഉണ്ടാവും. ഈ ഒരു പേഴ്സണുമായിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളൊരു കോൺട്രാക്ട് അവിടെ യൂണിവേഴ്സിന്റെ ഭാഗത്ത് നമ്മൾ കൊടുത്തിട്ടായിരിക്കും ഇവിടേക്ക് വന്നിട്ടുണ്ടാവും. നമ്മൾക്ക് ഓർമ്മയുണ്ടാവില്ലെങ്കിൽ യൂണിവേഴ്സിന് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് തോന്നുന്നത് ഒരു കുറെ പേർക്ക് ഇവിടെ പാസ്റ്റ് ലൈഫ് ആയിട്ടുള്ളൊരു ബന്ധം എനിക്കിവിടെ തോന്നുന്നു. പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളവരുണ്ട്. കാരണം നിങ്ങളുടെ ഒരു ബന്ധം എന്ന് പറയാനായിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുനാൾ നന്നായിട്ട് ജീവിച്ച് പോകുമെങ്കിലും വളരെ പെട്ടെന്നായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു ലവ് ലൈഫിൽ ചേഞ്ചസ് വരുന്നുണ്ടാവും. ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ നടന്നുകൊണ്ട് പോയിക്കുന്നുണ്ടാവും. ഭയങ്കര പെട്ടെന്നുള്ളൊരു ഇൻ ആൻഡ് ഔട്ട് റിലേഷൻ എന്നൊക്കെ പറയില്ലേ, പെട്ടെന്നായിരിക്കും നിങ്ങൾ കൂടിച്ചേരാം. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ കൂടിച്ചേരുന്നുണ്ടാവാം. അല്ലെങ്കിൽ നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വളരെയധികം വഴക്കുണ്ടാക്കി വേണ്ട പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുണ്ടാവും. പെട്ടെന്നൊരു ചേഞ്ചസ് ദട്ടവർക്കാണ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ചേഞ്ചസ് നമുക്കിവിടെ കിട്ടും. അത് മാത്രമല്ല നിങ്ങളുടെ വ്യക്തി വളരെ എന്താ പറയാ, നിങ്ങൾക്ക് ഇതിൽ ഏതൊരു പേഴ്സൺ എന്ന് പറയാനായിട്ട് ഒരു ഇൻഡ്യൂഷൻ പവറൊക്കെ ഉള്ളൊരു പേഴ്സൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് അറിയാം ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന പോലെ നടക്കും എന്നുള്ളൊരു കാര്യം അറിയാം. നിങ്ങളെ ആ ഒരു നിങ്ങളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോടോ വന്നിട്ട് പലരും ഉപദേശങ്ങൾ ചോദിക്കുന്നവരുണ്ടാവാം. ഈ റിലേഷൻഷിപ്പിനെ പറ്റിയായിട്ട് തന്നെയായിരിക്കും ചോദിക്കുന്നുണ്ടാവാം. അത് മാത്രമല്ല ഇവിടെ നിങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു തുടക്ക സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് വളരെയധികം ഒരു അട്രാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ആഹ് പെട്ടെന്നൊരു റിലേഷൻഷിപ്പിലേക്ക് വന്നവരായിരിക്കാം നിങ്ങൾ. ആ ഒരു ഈ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടത് മുതൽ നിങ്ങൾക്ക് എന്തോ ഒരു കണക്ഷൻ ഈ ഒരു വ്യക്തിയുമായിട്ട് മനസ്സുകൊണ്ട് ഒരു കാന്തികമായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയില്ലേ, അതുപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. കാരണം എന്തൊക്കെ ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളോ എന്തൊക്കെ തെണ്ടിത്തര ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണിച്ചാലും ഇപ്പൊ നമുക്കൊട്ടും പൊറുക്കാൻ പറ്റാത്ത തെറ്റുകളൊക്കെ ആ ഒരു വ്യക്തി നിങ്ങളോട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്തൊക്കെ തന്നെ ആയാലും നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടിട്ട് പോരാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അതായത് നിങ്ങളൊരു പാസ്റ്റ് ലൈഫ് ഒരു കർമ്മ റിലേറ്റഡ് ബന്ധം കൂടിയാണ് ഈ ഒരു ബന്ധം. അതാണ് യൂണിവേഴ്സ് ഇവിടെ എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അത് മാത്രമല്ല ചിലവരുടെ കേസിൽ ഫസ്റ്റ് ഉണ്ടായിരുന്ന ആ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഇന്റൻസിറ്റി എന്നൊക്കെ പറയില്ലേ, അത് ചിലവരുടെ കേസിൽ കുറെ അങ്ങോട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒന്ന് കുറയുന്നതായിട്ടായിട്ട് തോന്നുന്നുണ്ട് ഇവിടെ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇൻ ആൻഡ് ഔട്ട് റിലേഷൻഷിപ്പ് ആണ്. ഇപ്പൊ നിങ്ങളെ ബ്രേക്കപ്പിലുള്ള കോണ്ടാക്റ്റിലുള്ള ആൾക്കാരാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ ഇവിടെ പതിയെ പതിയെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നെന്നാണ് കാണുന്നത്. കാരണം നൈറ്റ് ഓഫ് കപ്സ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാം, നൈറ്റ് ഓഫ് കപ്സ് എന്നുള്ളൊരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ആ പേഴ്സൺ ഒരു കപ്പായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് പതുക്കെ പതുക്കെയാണ്, കുതിരനെ കണ്ടില്ല, ഒരു പതുക്കെ പതുക്കെ ഉള്ളൊരു മൂവ്മെന്റ് ആണ് അവിടെ ഉള്ളത്. ഒരു സ്റ്റക്നെസ്, ചെറുതായിട്ടൊരു സ്റ്റക്നെസ്സും ഉണ്ട്. കാരണം വിട്ടിട്ട് പോയിട്ടുള്ള ഒരു പേഴ്സൺ വിചാരിക്കുന്നുണ്ട്, ഞാനൊരു ഒരുപാട് നോ കോണ്ടാക്ട്സിലുള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു പേഴ്സൺ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് ഞാൻ ആ ഒരു വ്യക്തിയുടെ അടുത്ത് ചെയ്തത് വളരെയധികം തെണ്ടിത്തരമായി പോയി. എനിക്ക് ഞാൻ ആ ഒരു വ്യക്തിയുടെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത, ചെന്ന് നിൽക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. അവരെ പ്രവൃത്തിയിൽ നിങ്ങൾക്ക് അത് തോന്നുകയായിരിക്കാം. നിങ്ങളിൽ ചിലർ അവരെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടാവാം. പക്ഷെ അവരുടെ പ്രവൃത്തിയിൽ അവർ ഓക്കെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരു ഇതിലായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക ന്യൂസ്. പക്ഷെ അവരുടെ മനസ്സ്, ഒരാളുടെ മനസ്സ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കുറ്റബോധമായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം കണ്ടില്ലേ, ഇവിടെ ഒരു കുറ്റബോധത്തിന്റെ ഫീലിങ്സ്, 4 ഓഫ് കപ്സ് ഉണ്ട്, ത്രീ കപ്പ് അവിടെ വെച്ചിട്ട് കിട്ടണ എന്തൊക്കെ തന്നെയായാലും ആ ഒരു വ്യക്തിക്ക് അവിടെ ഒരു ഹാപ്പിനെസ് കാണുന്നില്ല. കാരണം ആ ഒരു വ്യക്തിക്ക് അറിയാം ഞാൻ ഈ ചെയ്ത കാര്യങ്ങൾ വളരെയധികം അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടാരറ്റ് കാർഡ് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെയും ആ പേഴ്സന്റെയും ഫീലിങ്സ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ആരുടെ ഫീലിങ്സ് ആണ് കണക്ട് ആയിട്ട് വരാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് കുറ്റബോധത്തിലുള്ളതായിട്ടാണ് കാണുന്നത്. പതുക്കെ പതുക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആ ഒരു വ്യക്തി നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളവർക്ക്.
ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കൂടിച്ചേർന്ന ആ ഒരു ഇന്റൻസിറ്റി നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഭയങ്കര ഇന്റൻസിറ്റി ആയിരിക്കും. കാരണം ഈ ഒരു വ്യക്തി തിരിച്ചു പിരിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും പച്ച വെള്ളം പോലും കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. തളർന്നു പോകാന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയില്ല. അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നുണ്ടാവുക. കാരണം നിങ്ങൾക്ക് പിന്നെ സ്റ്റഡീസിലാണെങ്കിലോ നിങ്ങളുടെ വർക്കിലാണെങ്കിലോ ഒന്നും തന്നെ ഒന്നും സംഭവിക്കാനായിട്ട് ഇമോഷൻസ് ഇവിടെ ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഒരുപാട്. കാരണം ഇവിടെ ഒരു സ്റ്റാർ കാർഡ് കണ്ടില്ല, ആ ഒരു വ്യക്തി അവരുടേതായിട്ടുള്ള ഇമോഷൻസ് ആണ് ഒഴിച്ചു കളയുന്നത്. കാരണം നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിയിൽ നിന്നും വിട്ടിട്ട് പോകാനായിട്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഓർമ്മകളും ആ ഒരു വ്യക്തിയോടുള്ള ഒരു കാന്തികമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഒഴിച്ച് കളയാനായിട്ട് തീർത്തും മായ്ച്ചു കളയാനായിട്ട് നിങ്ങളോട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ കൊണ്ട് അത് സാധിക്കുന്നില്ല. കാരണം ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്ക് ചില വ്യക്തികൾക്ക് തോന്നിയിട്ടുണ്ടാവും, ഈ ഒരു വ്യക്തിനെ ഞാൻ എവിടെയോ എന്തോ ഒരു എവിടെയോ എനിക്ക് ഈ വ്യക്തിനെ അറിയാം. ഉള്ളുകൊണ്ട് നമ്മൾ ഉപബോധ മനസ്സിൽ ചിലപ്പോൾ അറിയുന്നുണ്ടാവും, ഈ ഒരു വ്യക്തിനെ എനിക്ക് അറിയാം, ഈ ഒരു വ്യക്തി ഇല്ലാണ്ട് നിങ്ങൾക്കൊരു ജീവിതമില്ലാത്ത പോലെയൊക്കെ തോന്നുന്നുണ്ടാവും. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. നമ്മളുടെ ഈ റിലേഷൻഷിപ്പിൽ എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ സോൾ കോൺട്രാക്റ്റിൽ നമ്മളുടെ സോള് ഡിവൈന് മുമ്പിൽ ഒരു കോൺട്രാക്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് എന്നുള്ളത്. അപ്പൊ നമുക്ക് നമ്മളെ ഡെസ്റ്റിനിയിലുള്ള പേഴ്സൺ തന്നെ ഒരു 3-4 തരത്തിലുണ്ട്. അതായത് സോൾമേറ്റ് ഉണ്ട്, ട്വിൻ ഫ്ലെയിം ഉണ്ട്, പാസ്റ്റ് ലൈഫ് കർമ്മയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ സോൾമേറ്റ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം എന്ന് അറിയണമെങ്കിൽ ഞാൻ കമന്റ് ചെയ്താൽ മതി, ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം സോൾമേറ്റും ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തന്നെ ഹേർട്ടിന്റെ പാസ്റ്റ് ലൈഫ് കർമ്മയായിട്ട് ബന്ധപ്പെട്ട ഒരാളായിരിക്കും അത്. ആ ഒരു ആളിന്റെ ഒരു ഒരു ഹാർട്ട്, അതായത് ആ ഒരു ഹൃദയം രണ്ട് ഭാഗമായിട്ട് ഒരേ ഹൃദയത്തിന്റെ ആൾക്കാരായിരിക്കും അവര്. അവര് രണ്ടു ഭാഗമായിട്ട് നമ്മളുടെ ഈ ഒരു ഇതില് പല പല സ്ഥലത്തും ജനിച്ചിട്ടുണ്ടാവാം. ആ ഒരു ആൾക്കാർ തമ്മിൽ കൂടിച്ചേരുന്ന ഒരവസ്ഥ എല്ലാവർക്കും ഉണ്ടാവില്ല. ഈ ടിൻ ഫ്ലെയിം എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു 100-ൽ 2-3% പേർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് ഒരുപാട് എന്താ പറയാ ഒരുപാട് കണക്ഷൻസ് ഒക്കെ തോന്നുന്ന വ്യക്തികളായിരിക്കാം. പിന്നെ ഒരുപാട് സയൻസുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ഇപ്പൊ യൂണിവേഴ്സൽ നമ്പേഴ്സ്, ഡ്രാഗൺ ബട്ടർഫ്ലൈസ്, അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാനായിട്ട് ഒരുപാടുണ്ട്. നിങ്ങൾക്ക് സോൾമേറ്റ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ സോൾ ഗ്രൂപ്പിലുള്ള ആൾക്കാരുമായിട്ടുള്ള സോൾ കണക്ഷൻസ് ഉണ്ട്, കാർമിക് സോൾമേറ്റ് ഉണ്ട്, കാർമിക് റിലേഷൻഷിപ്പ് ഉണ്ട്, ട്വിൻ ഫ്ലെയിം ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ഒന്ന് ജസ്റ്റ് എൻ്റെ അടുത്ത് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പൊ ആ ഒരു പേഴ്സൺ വന്നു കഴിഞ്ഞാൽ സൺ കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു പേഴ്സണുമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളിപ്പോൾ തീരുമാനിക്കുന്നു. വേണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനത്തിലായിരിക്കും നിങ്ങളിപ്പോൾ നിൽക്കുന്നുണ്ടാവുക. പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ പുറമേ വേണ്ട എന്ന് വേണ്ട, എന്തിനാ വെറുതെ ഈ ഒരു ദുഃഖം വലിച്ചു വെക്കണത്? ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ ഒരുപാട് വിഷമങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. കാരണം ആദ്യത്തെ ഉണ്ടായിരുന്ന പോലത്തെ അല്ല. ആദ്യം ഉണ്ടായിരുന്ന നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് ആയി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. ഏത് സമയം കിട്ടിയാലും ഒരു 2 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേക്കും നിങ്ങൾ കോൾ ചെയ്തോ അല്ലെങ്കിൽ കാണാനുള്ള ഒരു ഇതിലൊക്കെ തയ്യാറെടുത്തവരായിരിക്കാം. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. കാരണം അപ്പോൾ ഉള്ള പോലെ എപ്പോഴെപ്പോഴും വിളിക്കുക, സംസാരിക്കുക, എന്താ പറയാ ആ ഒരു വ്യക്തിനെ കുറിച്ച് പുകഴ്ത്തി പറയാ, അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. പക്ഷെ ഈ ഒരു വ്യക്തി വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾ കൂടുതലും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ അല്ല ഒരു ലൈഫിന്റെ ഒരു ഭംഗി ആസ്വദിച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കുക. ഓരോ കാര്യങ്ങളിലും ചെയ്യുമ്പോൾ ആ ഒരു കാര്യങ്ങളുടെ ഭംഗി നിങ്ങൾ ആസ്വദിച്ച് തുടങ്ങിയിട്ടുണ്ടാവുക നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പിലായതിനു ശേഷമായിരിക്കാം. പിന്നീട് അങ്ങോട്ട് കുറച്ച് കാലങ്ങളായി കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് എന്താ പറയാ അടിപിടി അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്, പിന്നെ ഈഗോ ക്ലാഷ് ഇതൊക്കെ വന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ബട്ട് നിങ്ങൾ ഓക്കെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോവാങ്ങി വേണ്ട, ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ് തിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സ് ഈ ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആണ്. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ടെലിപ്പതി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. ചിലവർക്ക് എന്താ പറയാ ഒരു ടി വി കാണുമ്പോഴോ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവരുടേതായിട്ടുള്ള പേടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ടാവും. അതൊക്കെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന സൈനായിട്ട് നിങ്ങൾക്ക് മാത്രമല്ല ആ ഒരു വ്യക്തിക്കും കൊടുക്കുന്നുണ്ടാവുക. കാരണം ഞാൻ പറഞ്ഞില്ലേ ഒരു വ്യക്തിക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് ചില കർമാസ് തീർക്കാനുണ്ട് മീൻസ് ഒരു പേഴ്സണുമായിട്ട് ഒരു കോൺട്രാക്ട് യൂണിവേഴ്സ് അവിടെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള പേഴ്സൺ തന്നെയാണിത്. ഇപ്പോൾ നിങ്ങളെ കൂടെ ഇല്ലെങ്കിലും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. കാരണം ഒരുപാട് കോൺട്രാക്ട്സും കർമ്മകളും നിങ്ങൾ തമ്മിൽ തീർക്കാനുണ്ട് എന്നതാണ് ഇതിൽ എനിക്ക് വ്യക്തമാവുന്നത്.